Hi guys, welcome back to my YouTube channel. അതെന്തായിരുന്നു പക്ഷെ ഇരുന്നോട്ടെ, കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു ഇൻട്രോ. ഞാൻ എൻ്റെ ഇത് കഴിക്കുക, എന്താ മൂങ്കാൽ അല്ല ചെറുപയർ സ്പ്രൗട്ട്സ്. ഞാൻ ഉണ്ടല്ലോ ഇന്ന് ഏത് ദിവസം 21 ഓഗസ്റ്റ് തേഴ്സ്ഡേ എനിക്ക് ഓഫീസ് ഉണ്ട്. ഞാനിപ്പോൾ ഓഫീസിൽ പോകാൻ വേണ്ടി ഫുൾ റെഡി ആയിരിക്കുകയാണ്. ഇനി ഡ്രസ്സ് മാറ്റിയിട്ട് എനിക്ക് പോയാൽ മാത്രം മതി. ഞാൻ വിചാരിച്ചു ചവച്ചോണ്ട് ഒരു മിനിറ്റ് ഞാൻ വേഗം ഇത് കഴിക്കട്ടെ. ഞാൻ എന്താ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ആക്സസറീസ് കാണിച്ചു തരട്ടെ. ഞാൻ കുറേ നാളായി എൻ്റെ ആക്സസറീസ് കുറേ പേര് ചോദിക്കുന്നു. ഈ ആക്സസറീസ് ഇമോയ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ, ഇത് ഹെയോല എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് അയച്ചതാ. പക്ഷെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനുണ്ടല്ലോ ഇപ്പോൾ ഓൺലൈനിൽ ആക്സസറീസ് മേടിക്കുവാണെങ്കിൽ പേജസിൽ നിന്നേ മേടിക്കാറുള്ളൂ, അല്ലെങ്കിൽ അവരെനിക്ക് അയച്ചു തരുന്നത്. പക്ഷെ നല്ല ആക്സസറീസ് ആയിരിക്കും. നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ അങ്ങനെ മേടിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ സ്ട്രീറ്റ്സിൽ നിന്നൊക്കെ മേടിക്കുന്നത് ചീപ്പാ. H&M, വെസ്റ്റ് സൈഡ്, മാക്സിലത്തെ കുഴപ്പമില്ല. പക്ഷെ എന്നാലും കളറ് പോവും പെട്ടെന്ന്, മനസ്സിലായി. പക്ഷെ അത്യാവശ്യം റേറ്റും ഉണ്ടാവും അവരുടെ അവിടെയൊക്കെ. ഇതാണ് എൻ്റെ ആക്സസറീസിൻ്റെ ബോക്സ്. ഫുള്ളൊരു മെസ്സാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയില്ല കാണിച്ചു തരാൻ. ഇത് എൻ്റെ ചെയിൻസ് ഒക്കെ ഉള്ളത്, മാലകളും, പിന്നെ ഇതെൻ്റെ ആക്സസറീസ്. ഇതാണ് ഞാനിപ്പോൾ എപ്പോഴും എൻ്റെ ഡെയിലി വെയർ ആയിട്ട് ഇടുന്നത്. ഇത് ഇമോയ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ. ഇത് അവരുടെ ഗോൾഡ് പ്ലേറ്റഡ് 18 ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് എന്തോ ആണ്. അപ്പോൾ ഇത് ഒരിക്കലും കളർ പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഇന്നും ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യും. ആൻഡ് ബാക്കി ഞാനിപ്പോൾ കാണിച്ചു തരാം. പിന്നെ വേറൊരു ചെയിൻ, ഇത് ഭയങ്കര നൈസ്, ഒരു മൾട്ടി കളേർഡ് സ്റ്റോൺസ് ഉള്ളൊരു ചെയിനാണ്. ഇത് ദ പേജ് ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ ഇങ്ങനത്തെ കുറേ പുതിയ പുതിയ പേജസ് ഉണ്ട്. ഇത് ഞാൻ ആദ്യം വർക്ക് ചെയ്ത പേജാണ് പേജ് ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് പിന്നെന്താ, പിന്നെ ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ആൻഡ് എനിക്ക് എൻ്റെ ഫ്രണ്ട് H&M എന്ന് മേടിച്ചു തന്നൊരു ചെയിനുണ്ട്. ഞാൻ അതിൻ്റെ ഒരു അവസ്ഥ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് സെയിം റേറ്റ് തന്നെയാണ് അതിന്. കണ്ടോ, ഇതാണ് ആ ചെയിൻ. H&M എന്ന് മേടിച്ചതാ. ലുക്ക് അറ്റ് ദിസ്. ഇത് ആക്ച്വലി ഗോൾഡ് കളർ ആയിരുന്നു. ഈ സെയിം ചെയിനിൻ്റെ കളറായിരുന്നു. അതായത് ഞാനൊരു 2-3 ടൈംസ് ഇട്ടിട്ടുണ്ടാവും. മോർ ദാൻ ദാറ്റ് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോഴേക്കും ഇത് ഇങ്ങനെ ആയിപ്പോയി. ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് ബ്ലാക്ക് കളർ. പിന്നെ ഞാനിതൊരു ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നു. കാരണം അല്ലെങ്കിൽ H&M വെരി ബാഡ്. വെസ്റ്റ് സൈഡും കുഴപ്പമില്ല, പക്ഷെ ഐ പ്രിഫർ ഇങ്ങനത്തെ ഓരോ പേജസ് ഒന്ന് മേടിക്കുന്നത്. അധികം എക്സ്പെൻസീവ് ഒന്നുമല്ല, പക്ഷെ എല്ലാം ഇപ്പം ആൻറ്റി ടാർണിഷ് ആക്സസറീസ് ആണ് കൂടുതൽ. അപ്പോൾ കളറൊന്നും പോവേയില്ല. ആൻഡ് അങ്ങനെ ഈ ഒരു എന്താ പറയുക ബോ ആയിട്ടുള്ളൊരു ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾ. ആൻഡ് എൻ്റെ ഒരു ഈവിൾ ഐ ചെയിൻ ഉണ്ട്. എൻ്റെ ഈവിൾ ഐ ചെയിൻ അത് പൊട്ടിപ്പോയി. ഈവിൾ ഐ ആയിട്ടുള്ളൊരു ഇത് അത് ചെറുതായിട്ട് പൊട്ടിപ്പോയി. ഇനി അത് ഞാൻ ഫിക്സ് ചെയ്യണം. പിന്നെ ഞാൻ എപ്പോഴും ഇടാറുള്ളത് എൻ്റെ ഇയറിങ്സ്, എൻ്റെ ഫേവററ്റ്. ഇതെൻ്റെ സിസ്റ്റർ എനിക്ക് തന്ന വാച്ചാണ്. എനിക്ക് ഗോൾഡ് തിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ മറ്റേ ഇയാൾ പോലെയാണ്, രംഗണ്ണൻ പോലെ. ഐ ലൈക്ക് ഗോൾഡ് തിങ്സ്. അപ്പോൾ ഇത് വാച്ച്. ആൻഡ് ഇത് ഭയങ്കര ഒരു ഹെയോല എന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് എനിക്ക് ഒരു പേജിൻ്റെ അവർ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടല്ല, പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയത്. കണ്ടോ, ഭയങ്കര ക്യൂട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പീസ് പോലത്തെ ഒരു ഇയറിങ്സാണ്. പിന്നെ ഇത് റീസെൻ്റ്ലി വേറൊരു ബ്രാൻഡായിട്ട് ഞാൻ വർക്ക് ചെയ്തതാ, സെറിസ്റ്റ എന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും കളറേ പോവില്ല, മനസ്സിലായി. ഇതൊക്കെ എത്ര ഇട്ടാലും കളറ് പോവില്ല. ഇതൊരു ഇയറിങ്സ്. സിൽവർ എനിക്കൊരു എന്താ പറയുക ക്രേസ് വന്നിരിക്കുന്നതാ ഗോൾഡ് ആക്സസറീസിന്. അതുകൊണ്ട് ഇപ്പം ഇത് ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ മേടിച്ചതാ. സ്ട്രീറ്റിൽ നിന്ന് എന്തോ 100 റുപ്പീസിന്. സ്റ്റിൽ ഇത് കളർ പോയിട്ടില്ല, അറിയോ. ബാംഗ്ലൂരൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ സ്ട്രീറ്റ്സിൽ നിന്നൊക്കെ നല്ല നല്ല ആക്സസറീസ് കുറേ മേടിച്ചോ. ചീപ്പായിട്ട് നിങ്ങൾക്ക് നല്ലത് കിട്ടും. ഇത് മാക്സ് എന്ന് മേടിച്ചതാ. മാക്സ് എന്ന്
ഈ ഒരു ചെയിനല്ലല്ലോ ഇത്, ഇയറിങ്സ്. പിന്നെ ഇത് ഇപ്പം നിങ്ങൾ കൊച്ചിയിലാണെങ്കിൽ കോൺവെന്റ് ജംഗ്ഷൻ്റെ അവിടെ ഓർണ, ഉർവശി അങ്ങനെയുള്ള ഷോപ്സ് ഒക്കെ ഉണ്ട്, എല്ലാം നല്ലതാ. അപ്പോൾ അവിടെയും ചീപ്പായിട്ട് ഇങ്ങനെ കിട്ടും. ഇതും ഓൾമോസ്റ്റ് 1 ഇയർ ഒക്കെ ആയി ഈ ആക്സസറി, പക്ഷേ കളറ് പോയിട്ടേ ഇല്ല. എനിക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആവും ഞാനിങ്ങനെ കളറ് പോവാത്ത ഇയറിങ്സ്. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എൻ്റെ ഇയറിങ്സ് ഇതാ. ഇതും എനിക്കിങ്ങനെ ഗിഫ്റ്റ് കിട്ടിയത്. ഇതിൻ്റെ ഒരു പെയർ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുക. പിന്നെ ഇതും ഞാൻ ഓർണയെന്ന് മേടിച്ചതാ, അതുപോലെ തന്നെ വലുതാ കുറച്ച്. നോ ഇത് ഓർണയല്ല, ഇത് മാക്സ്. പക്ഷെ അതിലൊന്നും നല്ല മാക്സിലത്തെക്കാട്ടിലും നല്ല ക്വാളിറ്റി ഉള്ളത് ഏതാ? നമ്മുടെ മറ്റേ ഓർണയെന്ന് മേടിച്ചതാ. ആൻഡ് ഞാൻ ബ്രേസ്ലെറ്റ് ഇടുന്ന ഒരു പേഴ്സണേ അല്ലായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ, ഒബ്വിയസ് എൻ്റെ കൈ കുറച്ച് തിന്നായതുകൊണ്ട് ഞാൻ കുറച്ച് എന്താ പറയുക, ഇങ്ങനെ ഇടുമ്പോൾ എനിക്കിങ്ങനെ തന്നെ ഇത് ഒട്ടും ഭയങ്കര ഓഡായിട്ട് ഫീൽ ചെയ്യും. ഇത് ഞാൻ എസ്ഗാർഡാന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഷൂട്ടിന് പോയപ്പം ഞാൻ ഇത് പൈസ കൊടുത്ത് മേടിച്ചതാണ് കേട്ടോ. അപ്പം അവിടെ പോയപ്പം ഞാൻ ആ കടയിൽ കണ്ടു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബ്രേസ്ലെറ്റ്. ആൻഡ് ഇത് ഞാൻ മേടിച്ചു. പിന്നെ ഞാൻ ഇത് ഏതാ, യെല്ലോ ചൈംസ് എന്ന് പറഞ്ഞൊരു ആമസോണിൽ കിട്ടും. അവരുടെയും നല്ല ആക്സസറീസ്. പക്ഷെ എല്ലാ ആക്സസറീസും എനിക്ക് ആക്ച്വലി ഈ ഒരു ഗോൾഡ് കളറായിട്ടുള്ളതാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ ഏറ്റവും ഫേവററ്റ് ബ്രേസ്ലെറ്റ് പെയർ. ഞാൻ എപ്പോഴും ഇത് രണ്ടും കൂടെ ഇടാറ്. യെസ്, അപ്പോൾ ഇതാണ് എൻ്റെ ആക്സസറീസ്. ഹോളല്ലല്ലോ, ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയത് മേടിച്ചിട്ട് കാണിക്കുന്നതല്ലേ. ഇതൊക്കെ എൻ്റെ പഴയ സാധനങ്ങളാണ്. പഴയതെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയോ. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ ചോദിച്ചായിരുന്നു. ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറയാനൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. ഞാൻ ഒരു മാസത്തിൽ ഒരു ലിപ്സ്റ്റിക്ക് പോലും മേടിക്കാറില്ല. ഞാൻ എൻ്റെ സിസ്റ്റർ ജർമ്മനിയിൽ നിന്ന്, എനിക്ക് 3 സിസ്റ്റേഴ്സ് ഉണ്ട്. വി ആർ 4 സിസ്റ്റേഴ്സ്. അപ്പോൾ ഞാൻ 4th, അമൃത, ആശ, ഗായത്രി, അതുല്യ. ഞാൻ അതുല്യ. അപ്പോൾ ആശേച്ചി ആണ് ഇതിൽ മേക്കപ്പ് കുറച്ച് ഇഷ്ടമുള്ളത്, എനിക്കും ആശേച്ചിക്കും. അപ്പോൾ ആശേച്ചി മേക്കപ്പ് മേടിക്കും. അപ്പം അതിൽ നിന്ന് ഞാൻ എന്തെങ്കിലും എടുക്കും. അപ്പം അങ്ങനെ ആശിച്ച് എനിക്ക് ജർമ്മനിയിൽ നിന്ന് വന്നപ്പോൾ തന്നതാണ് ഈ നിക്സിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഇത് ഭയങ്കര അടിപൊളി ലിപ്സ്റ്റിക്കാണ്. പക്ഷെ നമ്മുടെ ഇവിടെ ഇല്ല ഈ ലിപ്സ്റ്റിക്ക്, അവൈലബിൾ അല്ല. ബാക്കി ഇതിലുള്ളത് ഇത് ഞാൻ 2023 എന്തോ മേടിച്ചതാ. ഇതെനിക്കൊരു ബ്രാൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പം കിട്ടിയതാ. ഇത് 2 ഇത് ആശിച്ച് തന്നതാ. ഇതൊരു ബ്രാൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്ത്. ഇത് മാത്രമാണ് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക്. ഇതാണെങ്കിൽ ഫ്ലോപ്പായി പോവുകയും ചെയ്തു. ഇത് ഭയങ്കര ന്യൂഡാ. ഇത് ഫേ ബ്യൂട്ടീൻ്റെ നട്ടാ. പക്ഷെ ഇത് ഭയങ്കര ന്യൂഡാ. എന്നുവെച്ചാൽ എനിക്ക് ഐ ക്യാൻ മാനേജ് ലിപ് ലൈനറൊക്കെ യൂസ് ചെയ്തിട്ട്. പക്ഷെ ഞാൻ ഇത് കുറച്ചുകൂടെ ഡാർക്ക് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ എന്നെ ചതിച്ചു. ഇതും എനിക്ക് ആശിച്ച് മേടിച്ചു തന്നത്. ഇത് 2022 എന്തോ മേടിച്ചു തന്നതാ. ഇത് ഓൾമോസ്റ്റ് നാശായോ അതോ ഇതറിയില്ല, കട്ടിയായിപ്പോയി. പക്ഷെ എന്നാലും ഞാൻ ഇതിവിടെ വയ്ക്കും. പിന്നെ ഞാൻ സുഡിയോന്ന് ഈ റീസെൻ്റ്ലി ഒരു സാധനം മേടിച്ചായിരുന്നു, ഒരു ബ്രൗൺ കൊക്കോ ക്രഷ്. എന്നാലും ഞാൻ ആരോടോ കൊക്കോ ബ്രഷ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൊക്കോ ബ്രഷോ അത്. പിന്നെ ഇത് ഞാൻ സിംപ്ലി നാമിൻ്റെ ഒരു ബ്രാൻഡായിട്ട് വർക്ക് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാനധികം സാധനങ്ങൾ നിങ്ങൾ ഈ ചില ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാണുന്ന പോലെ ഇങ്ങനെ ലിപ്സ്റ്റിക്സ് ഒക്കെ വെക്കാൻ സ്ഥലമില്ലാത്ത പോലെ ഉള്ളൊരവസ്ഥയില്ലേ, ആ ഒരു അവസ്ഥയിലല്ല ഞാൻ. എനിക്ക് ആകെ എൻ്റെ ഈ ഒരു ചെറിയൊരു പാത്രം മതി എൻ്റെ ഈ സാധനങ്ങളൊക്കെ വയ്ക്കാൻ. അതുകൊണ്ട് കുറേ തിങ്സ് ഞാൻ മേടിക്കാറില്ല. നിങ്ങളും അങ്ങനെ മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറ്റിയ 1-2 ലിപ്സ്റ്റിക്, ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കും ഒരു ഡാർക്ക് ലിപ്സ്റ്റിക്കും ഒരു പിങ്ക് ലിപ്സ്റ്റിക്കും അങ്ങനെ എന്തെങ്കിലും, പിന്നെ നല്ലൊരു എന്താ പറയുക ഒരു ലിപ്പ് ലൈനറും കൂടെ മേടിക്കുക. അത് ഇട്ട് നല്ല നിങ്ങൾ എന്നും ഇടും അല്ലെങ്കിൽ ഓരോ ഫങ്ഷൻസിന് ഇടുമെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം അങ്ങനെ 1-2 മാക്സിമം 3 ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ട് വെച്ചാൽ മതി. ഞാൻ ആക്ച്വലി ഒരു കൊല്ലത്തിലൊരു 5 ലിപ്സ്റ്റിക്കിൻ്റെ മേലെ പോലും ഞാൻ മേടിക്കാറില്ല. എനിക്ക് ഔട്ട്ഫിറ്റ്സ് അതായത് ഡ്രസ്സൊക്കെ ഇഷ്ടമാണ്. ഞാൻ മേടിക്കുവാണെങ്കിൽ ഡ്രസ്സേ മേടിക്കുള്ളൂ. അത് ഞാൻ അത്യാവശ്യം ഓഫേഴ്സൊക്കെ വരുമ്പോൾ മേടിക്കാറുള്ളൂ. അല്ലാണ്ട് നിങ്ങളിങ്ങനെ കുറേ തിങ്സ് ഇങ്ങനെ മേടിച്ച് കൂട്ടണ ഒരു മെൻറ്റാലിറ്റി ആവാണ്ടിരിക്കുന്നതാണ് നല്ലത്.
കാരണം മോസ്റ്റ് ഓഫ് ദ ഈ ഇൻഫ്ലുവൻസേഴ്സിന് ഇൻക്ലൂഡിങ് മീ, ഞാൻ ഒന്നാമത്തെ കാര്യത്തിൽ ഞാൻ അത്രയും വലിയ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടില്ല. പക്ഷേ നമ്മൾ പ്രോസസ്സിലാണ്, നമ്മൾ ഒരു ദിവസം അവിടെ എത്തും. യെസ്, അപ്പോൾ ഒബ്വിയസ്ലി എനിക്ക് ബ്രാൻഡ്സ് ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് കിട്ടും. അപ്പോൾ എന്താ പറയുക, ഞാനിത് മേടിക്കുന്നതല്ല. അപ്പോൾ നിങ്ങളത് കണ്ട് മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ആകെ രണ്ട് ലിപ്സേ, നമുക്ക് ആകെ ഒരു ലിപ്സ് അല്ലേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് ഇത് രണ്ടും കൂടെ ആകെ ഒരു ലിപ്സ് അല്ലേ ഉള്ളൂ നമുക്ക്. അപ്പോൾ കുറച്ച് മതി എല്ലാം നോക്കിയിട്ടൊക്കെ. കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണല്ലോ. കണ്ടോ, എല്ലാ ലിപ്സ്റ്റിക്കും കുറച്ച് ഇടാം. എനിക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ എനിക്കിങ്ങനെ ലിപ്സ്റ്റിക്സ് ഒക്കെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യും. എനിക്കിങ്ങനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം ആൾക്കാർക്ക്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുവാണെങ്കിൽ ഞാൻ അവർക്ക് കുറച്ച് ചെയ്ത് കൊടുക്കും. പക്ഷെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അങ്ങനെ മേക്കപ്പ് ചെയ്യാനും വലിയ ഇഷ്ടമല്ല. ആൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അവർ ഒറ്റയ്ക്ക് അടിപൊളിയായിട്ട് ചെയ്യും. ഭയങ്കര സിമ്പിളായിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ മേക്കപ്പ് ചെയ്യാം. പക്ഷെ ഭയങ്കര നൈസ്. ആൻഡ് ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സും ഞാനൊക്കെ ഭയങ്കര പ്രിറ്റി ആയതുകൊണ്ട് വി ഡോണ്ട് നീഡ് മേക്കപ്പ്. പക്ഷേ പ്രിറ്റി അല്ലാത്തവരല്ല, ഞാൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഷിറ്റ് ഫുൾ റോങ് ആയിട്ട് വരുന്നത്. ഞാൻ തമാശ പറഞ്ഞതാട്ടോ. മേക്കപ്പ് ഇടുന്നത് കൂടുതൽ വൃത്തിയായിട്ട് തോന്നാനല്ല, പക്ഷെ നമുക്ക് ഉള്ളിൽ നിന്നൊരു എന്താ പറയുക, നമ്മളിപ്പം കുളിച്ച് കഴിയുമ്പോൾ ഒരു ഫീല് വരില്ലേ, അതുപോലെ നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പം അത് കഴിയുമ്പോൾ നമുക്കൊരു ഒരു നൈസ് ഫീലിംഗ്. അല്ലാണ്ട് നമ്മൾ പ്രത്യല്ല എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ വി ആർ ഭയങ്കര അടിപൊളി പീപ്പിൾ. എന്താ പറയുക, ദൈവമേ പറഞ്ഞ് ഫുൾ റോങ് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഞാനിനി ലേറ്റ് ആവും ഓഫീസിലെത്താൻ വേണ്ടിയിട്ട്. ബൈ ബൈ. ഹായ്, ഞാൻ ഓഫീസ് കഴിഞ്ഞിട്ട് വന്നു. ഞാൻ എന്നിട്ട് യോഗേർട്ടും ബനാനയും പിന്നെ കുറച്ച് പീനട്ട്സും ഇട്ടിട്ട് കഴിക്കാൻ. എനിക്ക് ജിമ്മിൽ പോകണം ഇനി. ഞാൻ വരുന്ന വഴിക്ക് എനിക്കുണ്ടല്ലോ ഒരു ക്യൂട്ട് ഒരു കുർത്ത സെറ്റ് വന്നിട്ടുണ്ട്. ഞാനിത് ഏതെങ്കിലും വീഡിയോയിൽ സ്റ്റൈൽ ചെയ്യുമായിരിക്കും. ആൻഡ് ഒരു 2 പാക്കേജസ് വന്നിട്ടുണ്ട്. അപ്പം അതെന്താന്ന് നോക്കണം. പിന്നെ ഞാനുണ്ടല്ലോ ഇന്ന് ഞാൻ എഗ്സ്, അതായത് കോഴിമുട്ട മേടിക്കാൻ പോയതാണ്. കാരണം നോർമൽ ഷോപ്സിനെക്കാട്ടിലും ചീപ്പാണ് ഒരുമിച്ച് മേടിക്കുമ്പോൾ. അപ്പം ഞാൻ അവിടെ നിന്ന് എന്നോട് എൻ്റെ ട്രെയിനർ പറഞ്ഞു കുറേ എഗ്സ് കഴിക്കണം എന്ന്, എന്നാലും എനിക്ക് മസിൽസ് വരുള്ളൂ എന്ന്. അപ്പം ഞാൻ അവിടെ പോയിട്ട് എഗ്സ് എല്ലാം മേടിച്ചിട്ട് ഞാൻ എൻ്റെ ഫോൺ അവിടെ വെച്ചു. പിന്നെ ഞാൻ പഴം മേടിക്കാൻ പോയപ്പോൾ എൻ്റെ ഫോൺ എവിടെ? എന്നിട്ട് ഞാൻ വിചാരിച്ചു ഷിറ്റ് പോയി. എന്നിട്ട് ഞാൻ തിരിച്ചവിടെ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ 6:30 ആയിട്ടുണ്ടാവും. ഞാനൊരു 7 ഒക്കെ ആകുമ്പോൾ പോകാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് എന്നോട് ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും. ഞാൻ വയ്യാണ്ടാവും ജിം കഴിയുമ്പോഴേക്കും. യെസ്, അപ്പം ഇനി പോയിട്ട് ഞാൻ ഫുഡ് ഓൾറെഡി ഞാൻ ഇന്നലെ മേടിച്ച് കുറച്ച് റൈസ് ബാക്കിയുണ്ട്. അപ്പം അത് കഴിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയില്ല, ഐ ആം ഡെഡ്. പക്ഷെ ആക്ച്വലി ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ജിമ്മിൽ വന്നില്ലെങ്കിൽ എന്തോ പോലെ ഫീൽ ചെയ്യും. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് എനിക്ക് ജസ്റ്റ് ഓഫീസ് സ്പീഡ് ഒട്ടും പറ്റില്ല. അപ്പോൾ യെസ്, ഞങ്ങൾക്ക് വീട്ടിൽ പോവാം. യെസ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ രാത്രി പിന്നെ ജിമ്മ് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാൻ ഇന്നലെ ആക്ച്വലി ഈവനിങ് സ്നാക്ക് പോലെ കഴിച്ചില്ലേ, അതുപോലെ തന്നെ യോഗേർട്ട്, കുറച്ച് ഒരു ബനാന. വയറ് വെള്ളം വരുന്നു, നല്ല വിശക്കുന്നുണ്ട്. എനിക്കിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ബനാന ആൻഡ് കുറച്ച് പീനട്ട് ബട്ടർ ഇട്ടു. ആൻഡ് എൻ്റെ ബ്രെഡ് ടോസ്റ്റ് ആൻഡ് പീനട്ട് ബട്ടർ. ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കും. എന്നിട്ട് ഞാൻ ഓഫീസിൽ പോകും. അതിന് മുമ്പ് എനിക്കൊരു വീഡിയോ എടുക്കാനുണ്ട്, എന്നിട്ട് ഞാൻ പോകും. അതാണ് ഇന്നത്തെ പ്ലാൻ. ഇന്ന് ഫ്രൈഡേ ആ. നാളെ ഞാൻ ബേബി ജീൻ്റെ ഒരു കോൺസേർട്ടിന് പോകും. അത് നിങ്ങൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണുമായിരിക്കും. എൻ്റെ ഫോണിൽ സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണും. ഇത് ആക്ച്വലി നല്ല ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് യോഗേർട്ട്, പ്ലെയിൻ യോഗേർട്ട്, ഫ്രൂട്ട്സ്, ഇതിൽ ബനാന. ഇത് ഭയങ്കര ഹെൽത്തി സ്നാക്കാണെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ കഴിക്കുന്നു. എനിക്കറിയാം, എന്നോട് എൻ്റെ ട്രെയിനർ പീനട്ട് ബട്ടർ കഴിക്കാൻ തന്നു. പക്ഷെ അധികം കഴിക്കരുത് കേട്ടോ. 1 ടേബിൾ സ്പൂണൊക്കെ ഒരു ഡേ. ആൻഡ് ഞാൻ 2 മുട്ട ബോയിൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഓഫീസിൽ പോയിട്ട് കഴിക്കുമായിരിക്കും.
യെസ് ബൈ ബൈ.